നമുക്കിന്ന് കുറച്ച് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയാലോ. ഞാൻ ആദ്യം ഇവിടെ വാഷി ടേപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയിട്ട് പെയിൻറ്റും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. വാട്ടർ കളറുള്ളവർ അതും യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് പഴയ ഏതെങ്കിലും ബുക്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഡിസൈൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് ടേപ്പാക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇതിൽ വരച്ചു കൊടുക്കുക. ഇതേ അങ്ങനെ ഞാൻ 3ലും ഡിസൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിൻറ്റേജ് സ്റ്റാമ്പ്സ് ആണ്. അതിനായി A4 ഷീറ്റ് 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചിട്ട് പെയിൻറ്റും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാം. സ്റ്റാമ്പ് റെഡിയായി. ഇനി നമ്മൾ പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ അതേ സെയിം പ്രോസസ്സ് പെയിൻറ്റും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. ബ്രഷ് വെച്ചിട്ടും ചെയ്യാം, പക്ഷേ ബെറ്റർ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ബ്ലൂ, പിങ്ക്, ബ്രൗൺ അങ്ങനത്തെ കുറച്ച് കളേഴ്സ് അടിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ടേപ്പ് എല്ലാതും കൂടി ജോയിൻ ചെയ്യാം. ഇനി ഇതുപോലെ ഒരു റൗണ്ടിൽ ആ ടേപ്പ് ചുറ്റിയെടുക്കുക. ഇനി ഇങ്ങനത്തെ ഒരു ചെറിയ റിങ് പോലത്തത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കാൻ പറ്റിയത് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ വാഷി ടേപ്പ് റെഡി, പിന്നെ സ്റ്റാമ്പ്സും റെഡി. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച പേപ്പേഴ്സിൽ നമുക്ക് ഡിസൈൻ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരക്കാവുന്നതാണ്. ഞാനിവിടെ വരക്കുന്നത് ലീഫാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രെയിം പേപ്പേഴ്സാണ്. പേപ്പർ ഫ്രെയിംസ് കേട്ടോ. ഞാനിവിടെ ബ്രൗൺ കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഔട്ട്ലൈന് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം.
ഞാനിത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട അത്ര ഉണ്ടാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്വയറ്റ് സ്റ്റിക്കേഴ്സാണ്. അതിനായി ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു ലൈന് വരച്ചെടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ളത് ചെറുപറാന്ന് എഴുതി കൊടുക്കുക. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി പെയിൻ്റ് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് പെയിൻ്റ് അടിക്കുക. ഞാൻ ചിലത് മാത്രമേ പെയിൻ്റ് അടിക്കുന്നുള്ളൂ. ഇനി പെയിൻ്റ് അടിക്കാതെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ വാട്ടറിൽ ഡിപ്പ് ചെയ്യണേ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോളറോയിഡ്സ് ആണ്. അതിന് ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരക്കുക. എന്നിട്ട് വാട്ടറും പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുക. ഇനി ഫ്ലോറൽ സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഈ വേസ്റ്റ് ബോട്ടിൽസിൻ്റെ ഒക്കെ അടപ്പുണ്ടാവും, അതെടുത്തിട്ട് ഇതുപോലെ റൗണ്ട്സ് വരക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടിക്കുക. പിന്നെ ഡിസൈൻസ് വരക്കുക. ഇത്രയും സപ്ലൈസാണ് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയത്. ഇനി ഇതെല്ലാം വെച്ചിട്ടൊരു ജേർണൽ ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പാറ്റേൺ പേപ്പറാണ്. എന്നിട്ടൊരു ഫ്ലോറൽ സ്റ്റിക്കറും ക്വാറ്റ് സ്റ്റിക്കറും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റാമ്പും കൂടി ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇതുപോലെ കീറിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വാഷി ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് ഇത് എന്നാ എഴുതിയ ആ ഡേറ്റും കൂടി എഴുതുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും കമൻറ്റ് ഇടി, വായിക്കാമല്ലോ. ഓക്കെ, ബായ്.